ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഞായറാഴ്ച മുതൽ മഴയുടെ തീവ്രത കുറയാനും സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ രണ്ടുപേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. സലീം അലി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, ഈ നാളെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? കഠിനമായ മഴ പെയ്യും, കടുത്ത മഴ ഉണ്ടാകുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്? SKN നാളെ കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാളെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റന്നാളും ചില ജില്ലകളിൽ മഴ തുടരും, ശക്തമായ മഴ തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. എന്നാൽ അതിനുശേഷം മറ്റന്നാൾ കഴിഞ്ഞാൽ പിന്നീട് സംസ്ഥാനത്ത് മഴയുടെ അളവ് കുറയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഈ കാലവർഷത്തിന്റെ 2ാം സെഷനിൽ അതിശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം ലഭിച്ചതിന് സമാനമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. മറ്റന്നാൾ കൂടി കഴിഞ്ഞതിന് ശേഷം ആ മഴയുടെ തോതിൻ്റേതുൾപ്പെടെയുള്ള കണക്കെടുപ്പ് കൂടി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല വിവിധയിടങ്ങളിൽ അതിശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നഷ്ടത്തിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ റവന്യൂ വകുപ്പ് വിലയിരുത്തുകയാണ്. നാളെ കൂടി കഴിഞ്ഞതിന് ശേഷമേ ആ കണക്കെടുപ്പിൽ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നിലവിൽ നാളെ മുഴുവൻ ജില്ലകളിലും, ഇന്ന് 12 ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പെങ്കിൽ നാളെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സാധ്യത കൽപ്പിക്കുന്നത്. SKN.